ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആവിയിലൊക്കെ വേവിച്ചുണ്ടാക്കിയെടുക്കുന്ന നേന്ത്രപ്പഴവും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു 4 മണി പലഹാരം. നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത്രയും ഈ ഒരു 4 ക്യൂബോളമുള്ള ശർക്കര ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള വെള്ളം. അപ്പോൾ അതിന് മുൻപ് ഞാൻ പറയട്ടെ കേട്ടോ, എന്നോട് 2-3 കമൻറ്റായി വരണേ ഞാനിപ്പോഴും പറയുമ്പോൾ 1 കപ്പോളം 2 കപ്പോളം 3 കപ്പോളം എന്ന് പറയണമെന്നുള്ളത്. അതെൻ്റെ ഒരു ശീലമായി പോയി. അതുകൊണ്ടാണ് അത് ഓളം എന്നുള്ളത്. കാരണം ഞാൻ അല്ലാതെയും നോർമലി വീട്ടിൽ പറയുമ്പോഴാണെങ്കിലും ഇപ്പം 1 കപ്പോളം വരുന്ന അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പോൾ അതൊരു ശീല ആയി പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. നിങ്ങൾക്കതൊരു സുഖക്കുറവ് തോന്നുന്നുണ്ടെന്ന് എനിക്ക് 2 കമൻറ്റിൽ പറഞ്ഞു. ഞാനത് മാക്സിമം കുറയ്ക്കാൻ നോക്കാം, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിതാ ഞാൻ ഈ ഒരു ശർക്കരപ്പാനി ആ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് 1 ഏലക്ക അത് ചെറുതായിട്ട് ചതച്ചിട്ട് ഞാൻ ഈ ഒരു ശർക്കരപ്പാനിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു മാവ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് ഞാൻ ശർക്കര ചേർക്കുന്നില്ല. ശർക്കരയല്ല, ഏലക്ക ചേർക്കുന്നില്ല. ഏലക്ക ഞാൻ ഈ ഒരു ശർക്കരപ്പാനിയിൽ ചേർത്താൽ മതിയാവും. നമുക്ക് ആ ഒരു നല്ലൊരു ഫ്ലേവർ ഈ തിളയ്ക്കുന്നത് വഴി കിട്ടുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഏലക്ക കടിക്കാൻ കിട്ടാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പോൾ ശർക്കരപ്പാനി അവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് മാറ്റി ഒഴിക്കണം. ശർക്കരയിലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ തരിതരികളും ഒക്കെ ഉണ്ടാവും, കരടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം ആ ഒരു ഏലക്കയും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശർക്കര വെള്ളം ഇവിടെ അങ്ങ് ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1/2 നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പഴത്തിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് 1 നേന്ത്രപ്പഴം വരെ എടുക്കാം. ഇനി നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പാളയംകോടൻ പഴം എടുക്കാം, റോബസ്റ്റ പഴം എടുക്കാം, നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പഴം എടുക്കാം. അപ്പോൾ അതിന് ഒത്തിരി പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് വലിയ പഴുപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ പഴം ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ ആവാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഉടച്ച് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു കറുത്ത കുരുക്കൾ കളയുന്നവർക്ക് കളയാട്ടോ, ഞാൻ കളയുന്നില്ല എന്ന് മാത്രം. പിന്നെ ചേർക്കുന്നത് തേങ്ങ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുള്ളൂ. കാരണം അത്രയും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് ചെറുകേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. തേങ്ങ കൂടുതൽ ചേർക്കുന്നതോറാണ് ഇതിന് അത്രയും സ്വാദ് വരിക. ഇനി നമുക്കിതൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഇതിന് നല്ലൊരു കൺസിസ്റ്റൻസി, അതായത് നമുക്കൊരു ഇഡ്ലി തട്ടിലൊക്കെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ശർക്കരപ്പാനി ഒഴിച്ച്, നമ്മുടെ മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒത്തിരി ടൈറ്റോ അല്ലെങ്കിൽ ഒത്തിരി ലൂസോ അങ്ങനെയൊന്നും ആവരുത്. ഈ ഒരു കണക്കിന് നമുക്ക് ഇഡ്ലി തട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കിടക്കണം, അല്ലാതെ ഒഴുകി പോകുന്ന തരത്തിലാവരുത്. അപ്പോൾ ഈ ഒരു പഴം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലപ്പോൾ ഇത് പലവരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്കൊരു പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊരു വിരുന്നാർ വരുമോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തിയുമാണ് കേട്ടോ അത്. ഇനി ഞാനിത് ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇഡ്ലി തട്ടിൽ അല്പം എണ്ണയൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാവ് ഒന്ന് കോരി ഒഴിക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കശുവണ്ടി, ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, കശുവണ്ടി ഇട്ട് കൊടുക്കാം, ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീമറിൽ നിന്ന് നന്നായിട്ട് വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഇഡ്ലി തട്ടൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഡ്ലി ചെമ്പിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ഞാനിതിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇനി നമുക്കതൊരു 8 മിനിറ്റ്, അത്രയും മതിയാവും, 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന്
വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ 8 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് എടുത്തു. 10 മിനിറ്റ് ഒന്നും ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു ഇഡ്ഡലി തട്ടിലും കൂടെ ഈ ഒരു മാവൊന്ന് കോരി ഒഴിക്കണം. അപ്പം നമ്മൾ ആദ്യം ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു അപ്പം ഇവിടെ റെഡിയാണ്. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല സ്വാദാണ്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് സാധാരണ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ മാവൊക്കെ നല്ല കട്ടിയിലെടുത്തിട്ട് മിക്കവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നമ്മുടെ തന്നെ ഒരു ട്രഡീഷണൽ ഭക്ഷണമാണ് അത്. പക്ഷെ അത് ആ ഒരു മാവ് ഇച്ചിരി കൂടെ ലൂസാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും നമുക്കും ആണെങ്കിലും ഒത്തിരി എളുപ്പമുണ്ട്. അതായത് ഇലയിൽ ചുടൻ്റെ ആ ഒരു സമയമൊക്കെ ലാഭിക്കാനൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ കോരി അഴിച്ച് ഈ ഒരു പരുവത്തിനാക്കി എടുത്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കശുവണ്ടി, ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയോ അല്ലെങ്കിൽ നല്ല കാണാനും നല്ലൊരു സൂപ്പർ ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.